അസ്സലാമലൈക്കും. ജാസ്മീസ് ഹോം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് ആദ്യം തന്നെ മയോണൈസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് ഇതിനെടുക്കുന്നത്. അതിലൊരു മുട്ടയുടെ മഞ്ഞ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സി ഡ്രൈ ആയിരിക്കണം, അല്ലെങ്കിൽ മയോണൈസ് പെർഫെക്റ്റായി കിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്ത് അടിച്ച് ഒരു ടൈറ്റ് കൺസിസ്റ്റൻസി ആവുന്നവരെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തപ്പോൾ അത് ടൈറ്റായി വന്നിട്ടില്ല, അപ്പം കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മയോണൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. കൂടാതെ പാലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം ഇത് മിക്സിയിൽ ഒന്നുകൂടി നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായി പോയത്, പക്ഷേ ഒരുപാട് ടൈറ്റും ആകാൻ പാടില്ല. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയർ നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 ഭാഗവും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് മുട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. ആയിപ്പോയാൽ നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നേരത്തെ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ച കുറച്ച് ചിക്കനാണിത്. ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഇത് 3 ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ ക്യാപ്സിക്കം ഓപ്ഷണലാണ്. അത് നമ്മൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ബാക്കിയെല്ലാം നിർബന്ധമാണ്. ഇനി നമുക്കിതൊരു ബോളിൻ്റെ ആകൃതിയിൽ ഉരുട്ടിയെടുക്കാം. ഞാനിതൊരു ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മൈദയുടെ മിക്സ് തേച്ച് കൊടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിലൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനായി ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തേച്ച് കൊടുക്കാം. അതൊരുപാട് ലൂസായി പോകരുത്. നന്നായിട്ട് ഇവിടെ തേച്ച് പിടിപ്പിക്കുക. മുഴുവനായിട്ട് തേക്കണ്ട, ആ ഒരു ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ബോൾ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് ഫൈനായിട്ടൊന്നും ഈ ഒരു ഓട്സ് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഓട്സിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ഉപയോഗിക്കാം. പക്ഷേ ഓട്സ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളൂ നമുക്ക് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്ക് നമ്മുടെ ബ്രെഡ് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് നമ്മുടെ ബ്രെഡ് ബോൾസ് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ബ്രെഡ് ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ ബ്രെഡ് ബോൾസൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിട്ടെടുക്കണം. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ജസ്റ്റ് ഒരു ബ്രൗൺ കളറായാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.